നട്ടിൽ നിവർന്നിരിക്കാൻ മാത്രം ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ മതിയെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വയറ്റിൻ്റെ മൂന്നിലൊന്നിലേക്കുള്ള ഭക്ഷണം മാത്രം നിങ്ങൾ കഴിച്ചാൽ മതിയെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു സാധാരണ വലിയ കായികാധ്വാനമൊന്നും ഇല്ലാത്തൊരു ജോലിയിൽ ഏർപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വേണ്ടത് ഒരു 1500 തൊട്ട് 2000 വരെ കലോറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനർത്ഥം ഒരു നേരം നമ്മൾ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-1.5 കപ്പോ ചോറ്, 1-1.5 ചെറിയൊരു കപ്പ് എടുക്കുകയാണെങ്കിൽ 1-1.5 കപ്പോ ചോറ് നമുക്ക് ആവശ്യമുള്ളൂ. അതിലധികം രണ്ടാമത്തെ ഒരു കപ്പ് എടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ബാധ്യതയുമാണ്. മാത്രവുമല്ല അത് പ്രവാചകൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്നൊരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നീട് വരുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. ഭക്ഷണം എത്ര കഴിച്ചു എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത്. വളരെ സമീകൃതമായിട്ടുള്ള ആഹാരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഭക്ഷണം എത്ര കഴിക്കുന്നു എന്നപോലെ തന്നെ പ്രധാനമാണ് എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം ഉൾപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനമായിരുന്നു. പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകന് ഇഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈത്തപ്പഴവും പാലും കുമ്പളങ്ങയും കക്കരിക്കയും പോലത്തെ ഭക്ഷണങ്ങളായിരുന്നു. ചില പ്രത്യേക തരത്തിലുള്ള മാംസം കൊണ്ടുള്ള വിഭവങ്ങളും പ്രവാചകൻ ഭക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, അമ്പെയ്ത്ത്, നീന്തൽ, കുതിരസവാരി ഇതെല്ലാം പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും.